അഡോബ് ആനിമേറ്റിൽ എങ്ങനെ നമുക്കൊരു പന്തിനെ ആനിമേഷൻ ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പന്തിനെ ഫ്രെയിം ബൈ ഫ്രെയിമാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അഡോബ് ആനിമേഷൻ വളരെ എളുപ്പമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഓരോ ക്ലാസ്സിലെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളും ചെയ്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് തുടങ്ങാം. ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ഓപ്പൺ ആക്കുക. ഇവിടെ നമുക്ക് ആവശ്യമായ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ HD ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഗ്രൗണ്ട് വരയ്ക്കാനായി റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്ത് ഫ്രെയിമിലേക്ക് വരയ്ക്കുക. ബ്ലൂ കളർ മാറ്റി ഗ്രീൻ കളർ ആഡ് ചെയ്യാം. സ്ട്രോക്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടുന്നും ഡിലീറ്റ് ചെയ്യാം. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മുകൾ ഭാഗത്ത് ഒരു കർവ് ഷേപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്കൈ വരയ്ക്കാം. മുകളിൽ സ്കൈ വരയ്ക്കാനായി പുതിയ ലെയർ തിരഞ്ഞെടുക്കാം. ലെയർ ആഡ് ചെയ്ത് സ്കൈ എന്ന് കൊടുക്കാം. ഇതിനായി ഞാനിവിടെ റെക്ടാംഗിൾ ടൂൾ വീണ്ടും ഉപയോഗിച്ച് ഫ്രെയിം ഫുൾ കവറായി വരയ്ക്കുന്നു. സ്കൈ ലെയറിനെ ഗ്രൗണ്ടിന്റെ ലെയറിനെ താഴെയായിട്ട് കൊണ്ടുവരിക. ഇപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ഗ്രൗഡ് വരയ്ക്കാനായി സെലക്ഷൻ ടൂൾ തിരഞ്ഞെടുത്ത് പുതിയ ലെയറിൽ ഗ്ലൗഡ് എന്ന് രേഖപ്പെടുത്തുക. ഗ്ലൗഡ് വരയ്ക്കാനായി നമുക്ക് ഓവൽ ടൂൾ യൂസ് ചെയ്യാം. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, കുറെ കഴിയുമ്പോൾ ഈസിയായി തോന്നും.
നിങ്ങളുടെ കഴിവനുസരിച്ച് മനോഹരമായി ഇത് വരയ്ക്കാവുന്നതാണ്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇഷ്ടാനുസരണം ഇതിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ ട്രാൻസ്ഫർ ടൂൾ ഉപയോഗിച്ച് ഇതിന്റെ സൈസ് ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ബാൾ വരയ്ക്കാനായി പുതിയ ലെയർ തിരഞ്ഞെടുത്ത് ബാൾ എന്നെഴുതാം. ഓവൽ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ചതിനു ശേഷം 60ാമത്തെ ഫ്രെയിം വരെ എല്ലാ ലെയറും ആഡ് ചെയ്യാം. ബാൾ ലെയർ ഒഴികെ ബാക്കി എല്ലാ ഫ്രെയിമും ലോക്ക് ചെയ്തതിനു ശേഷം സ്ക്രീനിൽ കാണുന്നതുപോലെ ചെയ്യുക. ഓരോ മൂവ്മെന്റിനും ഓരോ കീയാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ഫ്രെയിം കൂടുമ്പോൾ കീ കൊടുക്കുന്നു. നിങ്ങളുടെ കഴിവനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രെയിമിൽ കീ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ആ, കൊള്ളാം. ഇപ്പോൾ വർക്കാവുന്നു. ഇതുപോലെയാണ് ഒരു ബോളിനെ മറ്റും ഫ്രെയിം ബൈ ഫ്രെയിം മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്.